ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇൻസ്ട്രാ ആർട്സ്. ഇന്ന് നമുക്ക് പോളോറൈഡ്സ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഇൻസ്ട്രാ ആർട്സ് എന്നുള്ള എൻ്റെ ചാനലും ഐഡിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുമാത്രമല്ലാണ്ട് ഇൻസ്റ്റയിലും ഒന്ന് ഫോളോ ആക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവ എടുത്തതും അതിൽ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിൽ നമുക്ക് A3 ഡോക്യുമെന്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. A3 ഡോക്യുമെന്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കതിൽ കുറേ കാറ്റഗറി വരും. അതിൽ നമുക്ക് കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷനിൽ പോയിട്ട് ക്രിയേറ്റ് ബ്ലാങ്ക് എന്നുള്ളൊരു ഡോക്യുമെന്റ് എടുക്കണം. അതിൽ നമുക്ക് ക്രിയേറ്റ് ബ്ലാങ്ക് എടുക്കാം. ക്രിയേറ്റ് ബ്ലാങ്കിലാണ് നമുക്ക് എലമെന്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമുക്ക് പോളോറൈഡ്സ് എന്നുള്ള സെർച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് പോളോറൈഡ്സ് ഫ്രെയിംസ് എന്നെടുത്ത് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് കുറേ ഡിസൈൻസ് വരുന്നതാണ്. അതിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ എടുക്കാം. അത് നമുക്ക് എടുത്ത് അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് കോപ്പി ചെയ്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നിൽ 20 പോളോറൈഡ്സ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഗാലറി പോയിട്ട് പിക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അതിൽ 20 പിക്സും വന്നോ എന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം നമുക്ക് ആ പോളോറൈഡ്സ് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യാം. കറക്റ്റ് റോയിൽ തന്നെ നമുക്ക് എല്ലാം ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിലാവശ്യമില്ലത് അപ്പം തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്ത് വെക്കാം. സംടൈംസ് നമുക്ക് പോളോറൈഡ്സ് ഓർഡർ കിട്ടിയത് 19 കിട്ടിയിട്ടുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ഗാലറി പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സേവ് ഓപ്ഷനിൽ പോയിട്ട് സേവ് എഴുതാം. ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ ചില സമയത്ത് പ്രിന്റ് ഷോപ്പിൽ ഫുൾ ക്ലാരിറ്റിയോടൊപ്പം കിട്ടില്ല. അതിനായിട്ട് നമുക്ക് PDF ഉണ്ടാക്കണം. ഈ സേവ് ചെയ്ത ഫോട്ടോ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രിന്റ് ഷോപ്പിന് അയച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മേലുള്ള 3 ഡോട്ടിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഡൗൺലോഡ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് അതിൽ PDF ഏത് ടൈപ്പ് ഓഫ് PDF വേണം എന്നവർ ചോദിക്കും. അതിൽ എനിക്കിപ്പോൾ നോർമൽ PDF വേണ്ടത്. സോ നോർമൽ PDF എടുത്ത് അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് PDF ഡയറക്റ്റായിട്ട് പ്രിന്റ് ഷോപ്പിന് അയച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പോളോറൈഡ്സ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കി. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ A4 ഫ്രെയിമും A3 ഫ്രെയിമും എങ്ങനെ ഈ ഡോക്യുമെന്റിൽ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗായ്സ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.